ഋഷഭവാഹനത്തിൽ എഴുന്നള്ളിയ സർവാഭരണ വിഭൂഷിതനായ വൈക്കത്തപ്പന്റെ മനോഹര രൂപം ദർശിച്ച് സായുജ്യം നേടുവാൻ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ആയിരങ്ങളാണ്. വൈക്കത്തഷ്ടമിയുടെ 7ാം ഉത്സവ നാളിൽ ഭഗവാൻ വൈക്കത്തപ്പൻ വാഹനമായ ഋഷഭത്തിന്റെ പുറത്ത് എഴുന്നള്ളി ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് വിശ്വാസം. വെള്ളിയിൽ നിർമ്മിച്ച വാഹനത്തിൽ വൈക്കത്തപ്പന്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിച്ച് തിരുവാഭരണം ചാർത്തിയ ശേഷം പട്ടുടയാടകളും കട്ടിമാലകളും കൊണ്ട് അലങ്കരിച്ചു. തുടർന്ന് അവകാശികളായ കിഴക്കേടത്ത്, പടിഞ്ഞേറടത്ത് ഇല്ലങ്ങളിലേതടക്കം 40ഓളം മുസ്തുമാർ തണ്ടിലേറ്റി വൈക്കത്തപ്പനെ എഴുന്നള്ളിച്ചു. വൈക്കം ഷാജിയുടെ നേതൃത്വത്തിൽ നാദസ്വര മേളവും ഒരുങ്ങി. 2 മണിക്കൂർ നീണ്ടുനിന്ന ചടങ്ങിന് 8 ഗജവീരന്മാർ അകമ്പടിയായി. സ്വർണ്ണക്കുട, മുത്തുക്കുട, വെഞ്ചാമരം, ആലവട്ടം തുടങ്ങിയ അലങ്കാരങ്ങളോടെ നടത്തിയ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന് 5 പ്രദക്ഷിണം നടത്തി. ആചാരപ്രകാരം നാദസ്വരം, പരുഷവാദ്യം, പഞ്ചവാദ്യം, ചെണ്ടമേളം, ഗട്ടിയം തുടങ്ങിയവയാണ് ഉപയോഗിച്ചത്. നവംബർ 23-നാണ് പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി.